ഇനി നമുക്കൊരു പ്രോബ്ലമാണ്. ലിമിറ്റ് ഫസ്റ്റ് വൺ. Show that limit x tends to infinity x raised to n equal to infinity for n element of n. Limit x tends to infinity x raised to n equal to infinity for n element of n. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എന്നെടുക്കാം. ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് സീറോ ഇൻഫിനിറ്റി, എക്സ് ഇൻഫിനിറ്റിയോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂസ് നോക്കേണ്ട കാര്യമുള്ളൂ. എക്സ് എലമെൻറ്റ് ഓഫ് സീറോ ഇൻഫിനിറ്റി നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എടുത്തു. ഇനി നമ്മൾ ആൽഫ എനി റിയൽ നമ്പർ എടുത്താൽ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി എന്താ കാണിക്കേണ്ടത്? എക്സ് ഗ്രേറ്റർ ദാൻ കെ വരും. നമുക്ക് ആക്ച്വലി കാണിക്കേണ്ടത് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ കെ വരും. അപ്പം എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. ലിമിറ്റ് ഇൻഫിനിറ്റി ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ എഫിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇനി റിയൽ നമ്പർ ആൽഫ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫയാണ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇനി റിയൽ നമ്പർ ആൽഫ എടുത്തു. എന്നിട്ട് കെ ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് 1, ആൽഫ. അപ്പം കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. നമ്മൾ കെ ഈക്വൽ ടു സുപ്രീമം ഓഫ് 1 ആൽഫ എടുത്താൽ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്ന് പറയുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ 1 എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫയുമാണ്. എക്സ് ഗ്രേറ്റർ ദാൻ കെ എടുക്കുമ്പം നമുക്ക് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എ പോസിറ്റീവ് പവറാണല്ലോ. എക്സ് റേസ് ടു എ പോസിറ്റീവ് എൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ എക്സ് ഓർ ഈക്വൽ ടു എക്സ്. എക്സ് എൻ ഈക്വൽ ടു 1 വരുമ്പോൾ മാത്രമേ ഈക്വൽ ആവുന്നുള്ളൂ. അപ്പം ഇവിടെ കെ എന്ന് പറയുന്നത് 1 വരാനും ചാൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എക്സ് റൈസ് ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് പറയാമല്ലോ. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ കെ വരുമ്പം രണ്ടായിട്ടാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. കെ എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് 1 ആൽഫയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 കെ ഗ്രേറ്റർ ദാൻ 1 കെ ഗ്രേറ്റർ ദാൻ ആൽഫയുമാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്ന് പറയുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫയാണ്. നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. എഗെയിൻ കെ ഈക്വൽ സുപ്രീമം ഓഫ് 1 ആൽഫ ആയതുകൊണ്ട് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ നമുക്കറിയാം എക്സ് റൈസ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് എക്സ് റൈസ് ടു എൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് നമുക്ക് പറയാം, കാരണം സുപ്രീമം കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആൽഫ. അപ്പം നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ കെ വരുമ്പം എക്സ് റൈസ് ടു എൻ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ ഫോമിൽ കിട്ടി. ദെർഫോർ ഇഫ് എക്സ്, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ കെ വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് 0 ഇൻഫിനിറ്റി എടുത്തു. എന്നിട്ട് ലെറ്റ് ആൽഫ എലമെൻറ്റ് ഓഫ് ആർ, എന്നിട്ട് കെ ഈക്വൽ ടു സുപ്രീമം ഓഫ് 1, ആൽഫ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് എക്സ് റൈസ് ടു എൻ വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആയതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സ് റൈസ് ടു എൻ ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ. അപ്പോൾ ഇതും കൂടെ എടുക്കുമ്പം എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ കെ എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Show that limit x tends to minus infinity x raised to n. Limit x tends to minus infinity x raised to n is equal to infinity for n element of n even. n even വരുമ്പം ലിമിറ്റ് x tends to minus infinity എക്സ് റൈസ് ടു എൻ ഇൻഫിനിറ്റി ആണ്. പിന്നെ സെക്കൻഡ് പാർട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇഫ് എൻ ഓഡ്. ഇത് നമ്മൾ രണ്ടായിട്ട് വേണം ചെയ്യാനായിട്ട്. ആദ്യം നമുക്ക് എൻ ഈവൻ്റെ കേസ് എടുക്കാം.
സപ്പോസ് n ഈസ് ഈവൻ, n ഈവൻ എടുത്തു. നമുക്ക് കാണിക്കേണ്ട എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയിൽ എക്സ് റൈസ് ടു എൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നമ്മൾ എക്സ് എലമെൻറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0, എക്സ് മൈനസ് ഇൻഫിനിറ്റി പോകുന്നതുകൊണ്ട് നമുക്ക് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെയുള്ള വാല്യൂസ് എടുത്താൽ മതി. n ഈവൻ ആയതുകൊണ്ട് എക്സ് റൈസ് ടു n ഈസ് ഗ്രേറ്റർ ദാൻ 0 ആസ് n ഈവൻ. എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട്, n ഈവൻ നമ്പർ ആയതുകൊണ്ട് എക്സ് റൈസ് ടു n എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കും. അപ്പോൾ എക്സ് റൈസ് ടു n ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ആൽഫ ബി എനി റിയൽ നമ്പർ എടുക്കുവാണ്. ആൽഫ എനി റിയൽ നമ്പർ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എക്സ് റൈസ് ടു n എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സ് റൈസ് ടു n ഗ്രേറ്റർ ദാൻ ആൽഫ നോക്കിയാൽ നമുക്കറിയാം എക്സ് റൈസ് ടു n എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് ഇനി നമുക്ക് മോഡ് എക്സ് റൈസ് ടു n ഗ്രേറ്റർ ദാൻ ആൽഫ ഫോമിൽ എടുത്താൽ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ റൈസ് ടു 1/n. അപ്പോൾ നമ്മൾ എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് മോഡ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ, മൈനസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ റേസ് ടു 1/n, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ മൈനസ് ഓഫ് ആൽഫ റേസ് ടു 1/n. അപ്പോൾ ഇത് നമ്മൾ ഈ കണ്ടീഷൻ നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ട കണ്ടീഷൻ. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റി എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കേണ്ട എന്താണ്, എക്സ് ലെസ് ദാൻ മൈനസ് കെ വരുമ്പം നമുക്ക് ആക്ച്വലി ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കാണിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ലെസ് ദാൻ കെ എങ്കിലും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ആൽഫയാണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു n എടുത്താൽ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ലെറ്റ് n ഈവൻ എടുത്തു, ലെറ്റ് n ഈവൻ എടുത്തിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എക്സ് റൈസ് ടു n എടുത്തു. എന്നിട്ട് നമ്മൾ പറയുവാണ് സിൻസ് n ഈസ് ഈവൻ എക്സ് റൈസ് ടു n ഈസ് ഗ്രേറ്റർ ദാൻ 0. x raised to n is greater than 0. For alpha element of R, if we choose k equal to alpha raised to 1/n, then x less than minus k, ഇവിടെ മൈനസ് കെ നമ്മൾ പറയുന്നത് x less than minus k, if x less than minus k, then f of x equal to x raised to n equal to modulus of x raised to n is greater than alpha. കാരണം x ലെസ് ദാൻ മൈനസ് കെ എന്ന് പറയുമ്പോൾ x ലെസ് ദാൻ ആൽഫ റേസ് ടു 1/n ആണ്. അപ്പോൾ x ലെസ് ദാൻ മൈനസ് ആൽഫ റേസ് ടു 1/n. അപ്പോൾ x റേസ് ടു n ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് കിട്ടിയില്ലേ. x ലെസ് ദാൻ മൈനസ് ആൽഫ റേസ് ടു റേസ് ടു 1/n ആണ്. അപ്പോൾ നമ്മൾ എക്സ് റേസ് ടു n എടുക്കുമ്പോൾ അത് പോസിറ്റീവാണ്. അപ്പോൾ എക്സ് റേസ് ടു n പോസിറ്റീവ് കാരണം n ഈവൻ ആണ്. അപ്പോൾ രണ്ട് സൈഡിലും റേസ് ടു n എടുക്കുമ്പം എക്സ് റേസ് ടു n ഈസ് ലെസ് ദാൻ മൈനസ് ആൽഫ, അല്ലെങ്കിൽ എക്സ് റേസ് ടു n ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് നമുക്ക് മോഡ് എക്സ് റേസ് ടു n എന്ന് പറയുന്നത് നമുക്ക് എക്സ് റേസ് ടു n എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് റേസ് ടു n ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു n എന്നൊരു ആൽഫ ഇനി റിയൽ നമ്പർ എടുക്കുമ്പോൾ ലെറ്റ് കെ ഈക്വൽ ടു ആൽഫ റേസ് ടു 1/n. അപ്പോൾ എക്സ് ലെസ് ദാൻ മൈനസ് കെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു n ആണ്, ഈക്വൽ ടു മോഡ് എക്സ് റേസ് ടു n ആൽഫ. അതിൻ്റെ റീസൺ ഇതാണ്, എക്സ് ലെസ് ദാൻ കെ എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ മൈനസ് ഓഫ് ആൽഫ റേസ് ടു 1/n. അപ്പോൾ അത് എക്സ് റേസ് ടു n ഗ്രേറ്റർ ദാൻ ആൽഫ ഫോമിൽ കിട്ടും. Therefore, limit x tends to minus infinity f is equal to infinity if n is even. ഇനി നമുക്ക് ഓഡിൻ്റെ കേസാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു n വെയർ n ഈസ് ഓഡ്. n ഓഡ് ആകുമ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു 2k + 1 for k equal to 0, 1, 2 etc. അപ്പോൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും, 1 കൊടുക്കുമ്പോൾ 3 കിട്ടും, എക്സെട്ര കിട്ടും. അപ്പോൾ നമ്മൾ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു n ആൻഡ് n ഈസ് ഈക്വൽ ടു 2k + 1 എടുത്തു. ലെറ്റ് ആൽഫ എലമെൻറ്റ് ഓഫ് ആർ, എന്നിട്ട് corresponding to alpha element of R, define k equal to infimum of alpha, -1. അപ്പം
എക്സ് ലെസ് ദാൻ -1 അല്ല കെ ലെസ് ദാൻ -1 കെ ലെസ് ദാൻ ആൽഫയുമാണ്. അപ്പോൾ നമ്മൾ ഇൻഫീമം ഓഫ് ആൽഫ -1 എടുത്താൽ കെ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ, കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണ്. പിന്നെ നമ്മൾ എക്സ് ലെസ് ദാൻ കെ എടുത്താൽ എക്സ് ലെസ് ദാൻ കെ എടുക്കുമ്പം നമുക്ക് എക്സ് റൈസ് ടു 2 ഓൾ റൈസ് ടു കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. എക്സ് റൈസ് ടു 2 ആയതുകൊണ്ട് അത് പോസിറ്റീവാണ്. റൈസ് ടു കെ എടുക്കുമ്പം അത് പോസിറ്റീവാണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ കെ ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ 1 ആണ്. എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പം 1ലും ചെറിയൊരു നമ്പറിനെ സ്ക്വയർ ചെയ്ത്, അപ്പം 1ൽ ചെറിയൊരു നമ്പർ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്കിപ്പം -2 അങ്ങനത്തെ നമ്പേഴ്സൊക്കെ എടുക്കാം. നമ്മൾ എക്സ് ടെൻസ് ടു -∞ ആണ് എടുക്കുന്നത്. അപ്പോൾ എക്സ് ലെസ് ദാൻ -1 ആയതുകൊണ്ട് ഇപ്പം നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ഒരു -3 എടുത്ത്, -3യുടെ സ്ക്വയർ എത്രയാണ് 9. അപ്പോൾ ഇത് എപ്പോഴും എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എന്ന് നമുക്ക് പറയാം. എക്സ് ലെസ് ദാൻ -1 ആയതുകൊണ്ട് -1 ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ കെ അല്ലേ, അപ്പോൾ എക്സ് ലെസ് ദാൻ കെ എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ -1 ആണ്. അപ്പോൾ -1ലും ചെറിയൊരു നമ്പർ എന്ന് പറയുമ്പോൾ -2 -3 എന്നൊക്കെയുള്ള നമ്പേഴ്സാണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും അത് 1ൽ കൂടുതലൊരു നമ്പറാണ്, പോസിറ്റീവായിട്ടുള്ള നമ്പറാണ് വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ റേസ് ടു കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് വേണ്ടത് എന്താ, എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു എന്നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ് റേസ് ടു 2 ഓൾ റേസ് ടു കെ ഇൻറ്റു എക്സ് എന്ന് എഴുതാമല്ലോ. എക്സ് റേസ് ടു 2k + 1 ആണ്. n എന്ന് പറയുന്നത് 2k + 1 ആയതുകൊണ്ട് എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് എന്ന് എഴുതാം. അപ്പോൾ എക്സ് റേസ് ടു എൻ വിൽ ബി എക്സ് റേസ് ടു 2k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്ക് എക്സ് റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ്. അതിൽ എക്സ് റേസ് ടു 2k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻറ്റു എ നെഗറ്റീവ് വാല്യൂ ഓഫ് എക്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ആൽഫ. കാരണം എക്സ് റേസ് ടു 2k എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അത് പോസിറ്റീവ് പോർഷനാണ്. എക്സ് റേസ് ടു എൻ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് നമ്മൾ ലെസ് ദാൻ -1, അതായത് എക്സ് ലെസ് ദാൻ കെ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് എന്തായാലും ലെസ് ദാൻ -1, അപ്പോൾ എക്സ് നെഗറ്റീവാണ്. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എക്സ് റേസ് ടു എൻ നെഗറ്റീവേ വരുള്ളൂ. എക്സ് റേസ് ടു 2k പക്ഷേ പോസിറ്റീവാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പം നമുക്ക് സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു -2 ആണെന്ന് വിചാരിക്കുക. എക്സ് ഈക്വൽ ടു -2 ആണെങ്കിൽ എക്സ് റേസ് ടു 2 ഓൾ റേസ് ടു കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അത് ആക്ച്വലി എത്രയാണ്, അത് 4 ആണ് വരുന്നത്. അപ്പോൾ ഇത് 4 ഇൻറ്റു -2 അല്ലേ. ഇപ്പോൾ ഇത് 4ഉം ഇത് -2 ആകുമ്പോൾ -8 എന്നാണ് വരുന്നത്. അപ്പം നമുക്ക് എക്സ് -2ഉം എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് -8ഉം വരുന്നത്. അപ്പോൾ അതെന്തായാലും ഇത് -8ഉം ഇത് -2 ആകുമ്പോൾ നമുക്ക് -2 അല്ലേ വലുതായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. എക്സ് ലെസ് ദാൻ കെ ആകുമ്പം എന്തായാലും എക്സ് ലെസ് ദാൻ -1. എക്സ് ലെസ് ദാൻ -1 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു ഒരു -2 എടുക്കുക. അപ്പോൾ എക്സ് റേസ് ടു 2k എന്ന് പറയുന്നത് -2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 റേസ് ടു കെ. അപ്പോൾ അത് 4 റേസ് ടു കെ ഫോമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ 4 റേസ് ടു കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായാലും 1 ആണല്ലോ. അപ്പോൾ ഇവിടെ 4 റേസ് ടു കെ ഇൻറ്റു -2 ഫോമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് -2 എന്ന് എടുത്താൽ എക്സ് റേസ് ടു 2k എന്ന് പറയുന്നത് 4 റേസ് ടു കെ ഫോമിൽ വരും. അപ്പോൾ കെ എന്ത് തന്നെയാണെങ്കിലും അത് 4 റേസ് ടു കെ ഫോമിലാണ് വന്നേക്കുന്നത്. 4 റേസ് ടു കെ ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ അത് -8നേക്കാളും, അപ്പം 4 റേസ് ടു ഇപ്പോൾ കെ 1 ആണെങ്കിൽ പോലും നമുക്ക് 4 റേസ് ടു കെ ഇൻറ്റു -2 ഫോമിൽ വരും. അപ്പോൾ -8 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോമിൽ വന്നു വിച്ച് ഈസ് ലെസ് ദാൻ ആൽഫ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ആൽഫ വെൻ എക്സ് ലെസ് ദാൻ കെ എന്ന് കിട്ടി. ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -∞. അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ലാസ്റ്റ് പ്രോബ്ലമാണ് തേർഡ് വൺ.
if question എഴുതിക്കോ, let p from R to R, let p from R to R be the polynomial function, let p from R to R be the polynomial function, p of x is equal to, let p from R to R be the polynomial function, p of x is equal to an x raised to n, an minus 1 x raised to n minus 1 plus etc. Last a1x plus a0. Let p from R to R be the polynomial function, p of x equal to an x raised to n, an minus 1 x raised to n minus 1 etc. a1x plus a0. Then prove that limit x tends to infinity, p equal to infinity if an greater than 0, limit x tends to infinity, p equal to infinity if an greater than 0, and limit x tends to infinity, p equal to minus infinity if an less than 0. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാൻ, let p from R to R be the polynomial function p of x, an x raised to n, an minus 1 x raised to n minus 1 etc. a1x plus a0. Then limit x tends to infinity, p equal to infinity if an greater than 0, and limit x tends to infinity, p equal to minus infinity if an less than 0. നമുക്ക് തൽക്കാലത്തേക്ക് f of x equal to x raised to n എന്ന് എടുക്കാം. let f of x equal to x raised to n. അങ്ങനെയാണെങ്കിൽ p of x by f of x ചെയ്താൽ നമ്മൾ മൊത്തത്തിൽ p of xനെ x raised to n വെച്ച് ഡിവൈഡ് ചെയ്യുമല്ലേ. അപ്പോൾ ഇവിടെ an x raised to n by x raised to n എന്ന് പറയുമ്പോൾ an, അടുത്ത് വരുമ്പം an minus 1 by 1 by x എന്നല്ലേ വരുന്നത്. x raised to n minus 1 x raised to n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by x. അടുത്ത ടേം എന്തായിരിക്കും, an minus 2 1 by x സ്ക്വയർ. അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും പ്ലസ് എക്സെട്ര a1 1 by x raised to n minus 1, a0 1 by x raised to n എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തിത്രേ ഉള്ളൂ. f of x equal to x raised to n എന്നെടുത്തു. f of x x raised to n ആകുമ്പം p by f എന്ന് പറയുന്നത്, p of x നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന an x raised to n, an minus 1 ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ, അതിന് നമ്മൾ x raised to n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിനകത്ത് an മാത്രമേ മിച്ചമുള്ളൂ. അപ്പം നമുക്ക് an minus 1 1 by x, an minus 2 1 by x square etc. a0 1 by x raised to n ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നമ്മുടെ തിയറം 18 അപ്ലൈ ചെയ്യുവാണ്. തിയറം 18 നമ്മൾ കണ്ടു, എഫും ജിയും രണ്ട് ഫങ്ഷൻസ് വിത്ത് ജി പോസിറ്റീവ് ആണ് എങ്കിൽ എഫ് ബൈ ജി യുടെ ലിമിറ്റ് എൽ ആണെങ്കിൽ എഫ് ഇസ് ലിമിറ്റ് ഓഫ് എഫ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഈഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് ഓഫ് ജി ഈക്വൽ ടു ഇൻഫിനിറ്റി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കുമ്പം, എക്സ് ഇൻഫിനിറ്റി എടുക്കുമ്പം നമുക്കിവിടെ എന്ത് സംഭവിക്കും, എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ 1 by x 0 ആയിപ്പോവും, 1 by x സ്ക്വയർ. അപ്പോൾ ഇതിന് ശേഷമുള്ള ടേമുകളെല്ലാം 0 ആയിപ്പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കുവാണ് എങ്കിൽ നമുക്ക് പി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി വിൽ ബി ഈക്വൽ ടു എ എൻ എന്ന് പറയാമല്ലോ. അപ്പം പി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു എ എൻ ഇഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. കാരണം മനസ്സിലായോ, 1 by x ഫോമിലുള്ള ടേമുകളെല്ലാം 0 ആയിപ്പോൾ എക്സ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ 1 by x 0യുടെ അടുത്തോട്ട് വരും. അപ്പോൾ എ എൻ മാത്രമേ മിച്ചമുള്ളൂ, ബാക്കിയുള്ള ടേംസ് എല്ലാം 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എൻ എന്ന് കിട്ടി. അപ്പം നമുക്ക് എ എൻ പോസിറ്റീവ് എന്നുള്ള കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇവിടെ എ എൻ പോസിറ്റീവ് ആണ് എങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എൻ എന്ന് കിട്ടി. അപ്പം നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഈഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ. നമ്മൾ തൊട്ട് മുന്നിൽ നമ്മൾ കണ്ടതാണ്, തൊട്ട് മുന്നിലത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതാണ്. എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് പ്രോബ്ലമായിട്ട് നമ്മൾ ചെയ്തതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു എൻ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇവിടെ ഇൻഫിനിറ്റിയാണ്. അപ്പം പി ഓഫ് എക്സിൻ്റെ ലിമിറ്റും ഇൻഫിനിറ്റി ആയേ പറ്റുള്ളൂ തിയറം 18 വെച്ചിട്ട്.
അപ്പോൾ നമുക്ക് എ എൻ പോസിറ്റീവ് ആണെങ്കിൽ പി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. അപ്പോൾ എൻ്റെ നമ്മുടെ എല്ലിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നതാണ് എ എൻ, എഫിൻ്റെ സ്ഥാനത്ത് പി, ജിയുടെ സ്ഥാനത്ത് എഫ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഫോമിൽ എഫ് ഓഫ് എക്സിന് ലിമിറ്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് പി ഓഫ് എക്സിന് ലിമിറ്റും ഇൻഫിനിറ്റി ആയേ പറ്റുള്ളൂ. ഇനി നമുക്ക് എ എൻ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം തിയറം 18 നമ്മൾ എൽ ലെസ് ദാൻ 0യുടെ കേസ് നോക്കിയാൽ മതി. എൽ ലെസ് ദാൻ 0 വരുമ്പം നമ്മൾ സെക്കൻഡ് കേസ് പറയുന്നത് എന്താ, പിയുടെ ലിമിറ്റ് -∞ ഈഫ് ആൻഡ് ഉള്ള ഈഫ് എഫിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലേ. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ് റൈസ് ടു എൻ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ എ എൻ ലെസ് ദാൻ 0 വരുമ്പം പി ഓഫ് എക്സിന് ലിമിറ്റ് -∞ ആയിട്ട് മാറും. അത് തിയറം 18 നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. എൽ ലെസ് ദാൻ 0 വരുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഇസ് ഈക്വൽ ടു -∞ ഈഫ് ആൻഡ് ഉള്ള ഈഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഈക്വൽ ടു ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലിമിറ്റ് എപ്പോഴും ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇത് -∞ എന്ന് നമുക്ക് കിട്ടും. ഇത്രയാണ് നമുക്ക് വരുന്ന പ്രോബ്ലം.